നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇക്കാലയളവിനിടെ രോഹിത് ഒരിക്കലും പുറലോകവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചില്ലേ? അതിനുള്ള ആരോഗ്യാവസ്ഥയിലായിരുന്നില്ല ഞാൻ. പിന്നാലെ പോലീസ് വേട്ടയും. പോലീസ് വേട്ടയോ? അതെ. അടിവാരം സെറ്റിൽമെന്റ് കോളനിയിൽ വിജയൻ എന്നൊരു പോലീസുകാരൻ എന്നെ തിരയുന്നുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോ അയാളെ? അപ്പൊ രോഹിത്തിന്റെ മരണം നിയമത്തിന്റെ മൗനാനുവാദത്തിൽ. അതിന് രോഹിത് പോലീസ് തിരയുന്ന ഒരു കുറ്റവാളിയല്ലല്ലോ. പിന്നെ എന്തിനാണ് പോലീസ് രോഹിത്തിന് പിന്നാലെ വന്നത്? ഒരു എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അത് വിജയൻ എന്ന പോലീസുകാരൻ ഏറ്റെടുത്ത ഒരു പേഴ്സണൽ കൊട്ടേഷനായിട്ടാ എനിക്ക് തോന്നിയത്. ചന്ദ്രബോസ് എന്നൊരു പോലീസ് ഓഫീസറാ അയാളെ നിയന്ത്രിച്ചിരുന്നത്. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. ഈ സുസ്മിതയുടെ ചിറ്റപ്പൻ ചന്ദ്രബോസ് ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. പിന്നെ രോഹിത് എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്? ഭാഗ്യം കൊണ്ട് മാത്രമാ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടത്. ഇങ്ങോട്ട് വാടാ. ആരായാലും ഇവിടുന്ന് പൊക്കോ, അതാ നിനക്ക് നല്ലത്. നിനക്കിനി എന്നെ മനസ്സിലായില്ലേ വിജയ? ഭൂമിയിൽ അധർമ്മവും അനീതിയും അക്രമവും ഒക്കെ പെരുകുമ്പോ ദുഷ്ടശക്തികളെ സംഹരിക്കാൻ ഒരു അവതാരം ഉണ്ടാവാറില്ലേ വിജയ? കലിയുഗത്തിലെ വൈഷ്ണവ അവതാരം കൽക്കി. Milord, you hear the words from the horse's mouth. ഈ രോഹിത് എന്ന സാധു യുവാവിന് സുസ്മിത എന്ന ഭാര്യയിൽ നിന്നുണ്ടായ തിക്ത അനുഭവം. ഈ രോഹിത് കൊല്ലപ്പെട്ടില്ല എന്നത് സുസ്മിതയ്ക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതല്ല മിലോഡ്. രക്ഷപ്പെട്ടത് ഈ രോഹിത്തിന്റെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത്രയും നിഷ്ഠൂരമായ പ്രവർത്തിക്കരയായ രോഹിത് എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം കൊലപാതക കുറ്റം ഒഴികെയുള്ള ഒരു കുറ്റാരോപണങ്ങളും ഈ സുസ്മിതയുടെ മേലിൽ നിന്ന് നീക്കാൻ പാടില്ലെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രാണനെ പോലെ തന്നെ സ്നേഹിച്ചിരുന്ന ഭർത്താവിനെ കൊക്കയിലേക്ക് നിർദ്ദയം ചവിട്ടിത്തള്ളുകയും ആ ശരീരത്തിൽ ജീവന്റെ പൊടുപ്പെങ്കിലും ശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് തല്ലിക്കെടുത്താൻ വേണ്ടി പിന്നാലെ ഗുണ്ടാ പോലീസിനെ അയക്കുകയും ചെയ്ത ഈ സ്ത്രീയെ ഞാൻ ലേഡി ട്രാക്കുള എന്നും വാമ്പയർ എന്നും ഇനിയും വിളിക്കും മീ ലോർഡ്.
ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെന്നും സത്യമായിരിക്കും. ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെല്ലാം സത്യമായിരിക്കും. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ചന്ദ്രബോസ്, സ്ഥലം CI. അതെ, സുസ്മിതയെ നുണപരിശോധനയ്ക്ക് ഹാജരാക്കുമ്പോൾ നിങ്ങളുണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു. സ്ഥലം CI എന്ന നിലയിൽ അതെൻ്റെ ചുമതലയായിരുന്നു. അവിടെ സുസ്മിതയോട് എങ്ങനെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം? സുസ്മിതയെ നിർബന്ധിച്ച് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നി. സുസ്മിത നിരോധിതമായ മരുന്നുപയോഗിച്ച് നുണപരിശോധനയെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതായി കണ്ടെത്തിയതാരാണ്? സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അർജുൻ ശങ്കർ. അദ്ദേഹമാണ് സുസ്മിതയുടെ കയ്യിൽ നിന്നും മരുന്നിൻ്റെ സ്ട്രിപ്പ് കണ്ടെത്തിയതും അത് നിരോധിത മരുന്നാണെന്ന് പറഞ്ഞതും. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നോ യുവർ ഓണർ. മിലോഡ്, താൻ വാദിക്കുന്ന കേസിനോട് ഒരു വക്കീലിന് താല്പര്യമുണ്ടാവുക സ്വാഭാവികം. അവളെ നിയമക്കുരുക്കിലാക്കാൻ വേണ്ടി ഭരണതലങ്ങളിൽ വരെ സ്വാധീനം ചെലുത്തിയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സ്ഥാനം നേടിയെടുക്കുകയും അപ്രകാരം വഴിവിട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും എനിക്ക് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല, യുവർ ഓണർ. യുവർ ഓണർ, ഡിഫൻസ് കൗൺസിലർ ഈ കേസിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അമീർ, ഐ ക്യാൻ പ്രൂവ് ഇറ്റ്, യുവർ ഓണർ. സുസ്മിത നുണപരിശോധനാ സമയത്ത് കഴിച്ച ടാബ്ലറ്റ്സിനെ പറ്റി നാഷണൽ ഡ്രഗ്സ് ലബോറട്ടറിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് മിലോഡ്. ഇത് നിരോധിത മരുന്നൊന്നുമല്ല. തലവേദനയ്ക്കുള്ള പാരസിറ്റമോളാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.